ഹായ് കൂട്ടുകാരെ, ഞാൻ ഒരു പറിക്കാൻ പോകണം, പയർ പറിക്കാൻ പോവുകയാണ്. പയർ നിൽക്കണത് ഇവിടെയാണ്, ഒത്തിരി ദൂരെ കണ്ട ചെറിയൊരു പയർ കണ്ട, അത് നീളത്തിൽ വാഴ വരയ്ക്ക പയറെന്ന് പറയും. ഇതിൻ്റെ ഗുണവും ഇതൊക്കെ വേറെയാണ് സംഭവം. പറിക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ. തോട്ടിയൊക്കെ കിട്ടി പറിക്കാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ ഇട്ടക്കൊരെണ്ണം കിടപ്പുണ്ട്. ഇതിൻ്റെ ഈ പ്ലാവിൻ്റെ ഇലയുടെ ഇടക്കൊക്കെ കിടക്കണമുണ്ട്, വലിയ പാട. നല്ല കിട്ടിയിട്ടുണ്ട്. ഉണ്ടാ പറിച്ചെടുക്കണമെങ്കിൽ ഞാൻ പാടില്ല. ഹായ്, ഒന്നും ടാങ്കിൻ്റെ വെളി വീണു. കണ്ട, ഇതാണ് ആ പയർ. ഒരെണ്ണം ടാങ്കിൻ്റെ വെളി കിടക്കണണ്ട. നമ്മൾ ഈ വടി വെച്ച് ഈ സംഭവം ഇങ്ങനെ എടുക്കും, താഴത്ത് വീണു. ഇതാണ് സംഭവം കേട്ടോ. ഇതാണ് വാഴ വരയ്ക്ക പയർ. ഇനി ഒരു 2 എണ്ണം കൂടെ കിടപ്പുണ്ട്. ഞാൻ ഒറ്റക്ക് വീഡിയോയും ക്യാമറയും പിടിച്ച് ഇത് പറിക്കണമെന്ന് പറഞ്ഞാൽ ശകലം റിസ്ക്കുള്ള പരിപാടിയാണ്. വേറെ ആരും സ്ഥലത്തില്ല. ഓക്കെ, കണ്ടോ ഈ സംഭവം? വിഷാംശം ഇല്ലാത്ത സാധനം. ഇതൊരെണ്ണം മൂത്ത് പോയല്ലേ, വിഷാംശം ഇല്ലാത്തതാണ്. ഇത് നമ്മൾ തോരനുണ്ടാക്കി തേങ്ങയൊക്കെ ചേർത്ത് അടിപൊളി തോരനാവും, ഒരു ദിവസത്തെ കറിക്കുള്ള. അതുകൊണ്ടാണ് വിഷാംശം ഇല്ലാത്ത സാധനമാണിത്. ഇനി അതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ചത് കണ്ടോ. അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് നോക്കാം. ഒരു കൈ ക്യാമറയും ഒരു കൈ തോട്ടിയും പിടിച്ചിട്ടാണ് റെഡിയാക്കണത്. അതനുസരിച്ച് പാട് വരുമായിരിക്കും. അപ്പോൾ സംഭവം വീണിട്ടുണ്ടല്ലോ അല്ലേ. പറിക്കാൻ പോയാണ്, താഴ്ത്തു പോയി, വീണിട്ടില്ലത്. ഇത്തവണ വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. തോളം വീണ്. ഇതാണ് ആ പയർ. എന്താ എന്നാ പാടായിരുന്നു. ഇതാണ് ആ പയർ. നമുക്ക് കടയിൽ നിന്നൊന്നും ഇത് മേടിക്കാൻ കിട്ടില്ല. ഈ ഇത്തരം പയർ വാഴ വരയ്ക്ക പയറെന്ന് പറയും. ഇത് നമ്മുടെ തൊടിയിൽ ഇതിൻ്റെ കുരുവെടുത്ത് വിതറി ഇട്ടാലും മതി, അത് വള്ളിയായിട്ട് വന്ന് പടന്ന് കീറിപ്പൊക്കോളും. നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊക്കെ ഇതൊക്കെ നല്ല ഗുണമുള്ളതാണ്. ഇപ്പോഴത്തെ പച്ചക്കറിയിലൊക്കെ വളങ്ങളൊന്നുമില്ലാത്ത ഒരു പയറാണിത്. അടുത്ത വീഡിയോ വരും വരെ കൂട്ടുകാർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ.